ഹലോ. അപ്പം ഇന്ന് ഒരു സൺഡേ ആണ്, വീക്കെൻഡ് ആണ്. അപ്പം ഞങ്ങൾ ഒരു ട്രിപ്പല്ല, നമ്മൾ അടുത്തുള്ളൊരു സ്ഥലമാണ് മൺട്രോത്തുരത്ത്. അപ്പം ഇവിടെയുള്ള എല്ലാവരും പോയിട്ടുണ്ടാവും. വേറെ വേറെ ഡിസ്ട്രിക്റ്റിൽ നിന്ന് വരെ ഇവിടെ ആൾ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെയും അവിടെ പോയിട്ടില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഉച്ചയ്ക്ക് വെറുതെ ഇരിക്കല്ലേ, നാളെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യും, ബാക്ക് ടു വർക്ക് മോഡിലാവുന്നതിന് മുന്നേ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പോയാലോ എന്ന് വിചാരിച്ചു. സോ അങ്ങനെ ഞങ്ങൾ മൺട്രോത്തുരത്തോട്ട് പോവുകയാണ്. ഇവിടുന്ന് ഏകദേശം 44 മിനിറ്റ്സ് ആണ് കാണിക്കുന്നത്, 1 hour ആണ് കാണിക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ ഇത്രയും നാൾ പോകുന്നത്. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, ലഞ്ചൊക്കെ കഴിച്ചു. ഇനി നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പം പിന്നെ അവിടെ എന്തൊക്കെയുണ്ടുമ്പോൾ നല്ല മഴ കോളുണ്ട്. അപ്പം മഴ ഉണ്ടായതുകൊണ്ട് ചിലപ്പോൾ വെള്ളം ഉണ്ടാവുമോ, ബോട്ടിംഗ് ഒക്കെ ഉണ്ടാവുമോ എന്ന് അറിയത്തില്ല. ബോട്ടിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ കയറും, അതല്ലെങ്കിൽ ജസ്റ്റ് അവിടെയൊക്കെ ചുമ്മാ നടന്ന് കറങ്ങിയിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് പോയിട്ട് വരാം. നമ്മളിപ്പം കൊട്ടാരക്കരയല്ല, നമ്മുടെ സ്ഥലം ഓടനാവട്ടമാണ്. അപ്പോൾ ഓടനാവട്ടത്തു നിന്ന് പോകുമ്പോൾ നമ്മൾ കരീപ്ര, എഴുകോൺ ആ ഒരു റൂട്ടാണ് കേട്ടോ പോകുന്നത്. റോഡൊക്കെ ഇപ്പം ക്ലിയർ ആണ്, തിരക്കൊന്നുമില്ല. ഫാസ്റ്റിൽ പോവാന്ന് വിചാരിക്കുന്നു. ഇത് ആറുമുറിക്കടയാണേ, കുണ്ട്ര ആറുമുറിക്കട. അപ്പം അവിടെ നിന്ന് കയറി നമ്മൾ എഴുകോണിലോട്ട് പോവാണ്. കണ്ടത് 11 kilometers എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എത്താറായി. ഏകദേശം 22 minutes ആണ് കേട്ടോ കാണുന്നത്. ഞാൻ കുളിച്ചിട്ട് തലയൊന്നും സെറ്റ് ചെയ്തിട്ടില്ല, പെട്ടെന്ന് ഇറങ്ങി. കാരണം മഴ പെയ്താൽ ചിലപ്പോൾ നമുക്ക് അവിടെ നിൽക്കാൻ പോലും പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ തലയൊന്നും സെറ്റ് ചെയ്യാണ്ട് പെട്ടെന്ന് ഇറങ്ങി. അവിടെ ചെല്ലുമ്പോൾ എന്തൊക്കെയുണ്ടെന്ന് കാണാം. എത്ര കിലോമീറ്റർ കാണിച്ചാ? നമ്മൾ എത്താറായി കേട്ടോ. ഇവിടെയാണ് അതിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇടയ കടവ് ബോട്ടിങ്ങിനൊക്കെ ഇങ്ങനെ ആളുകളിങ്ങനെ നിൽക്കും, അവരെ ബോർഡൊക്കെ കൊണ്ടിട്ട്. ബോട്ടിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഹൗസ് ബോട്ട്, നല്ല തെളിഞ്ഞ വെള്ളം, മഴയൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഞങ്ങൾ ബോട്ടിലോ അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിലോ ആയിരിക്കും പോകുന്നത് കേട്ടോ. 2 പേരെല്ലാം ഉള്ളു. അപ്പം ചിലപ്പം ബോട്ടിങ് വേണ്ടി വരത്തില്ല. വെള്ളം ഉണ്ടോ നോക്കാം നമുക്ക്. നിറയെ ആളാണ് കേട്ടോ, നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു. ഇത്രയും കാറുകളൊക്കെ. പിന്നെ
ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഈ പോകുന്ന വഴി എനിക്ക് നല്ല ഇഷ്ടമായി. ഒരുപാട് വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു തണലും ഒക്കെയുള്ള നല്ലൊരു സ്ഥലം. നമ്മളെന്തായാലും പോവാണ്. നേരെ എവിടെ ചെന്ന് ഇറങ്ങുമോ നമുക്ക് നോക്കാം. ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആ വഴി തന്നെയാണോ പോകുന്നതെന്ന് ഉറപ്പില്ല. ആ റെയിൽവേ സ്റ്റേഷൻ അതൊക്കെ കണ്ട് അങ്ങ് പോവാം. ഇതാണ് കേട്ടോ അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷൻ ഇങ്ങോട്ടാണ്. നമുക്ക് ഓരോ ജംഗ്ഷനിലും ഇങ്ങനെ കുറെ ആളുകളെയൊക്കെ കാണാൻ പറ്റും, ബോട്ടിങ്ങിന്റെ ബോർഡൊക്കെ പിടിച്ചുകൊണ്ട്. പിന്നെ പോകുന്ന വഴിക്കാൻ എനിക്ക് തോന്നുന്നു മാംഗ്രോവ്സ് ഒക്കെ കാണാൻ പറ്റുമായിരിക്കും. മറ്റേ മീൻ കൃഷിയുടെ സ്ഥലം. അങ്ങനെ ഞങ്ങള് ഈ ഒരു നമുക്ക് ഒരു പോയിന്റിൽ ചെല്ലുമ്പോഴേ നമുക്ക് റൈറ്റും എടുക്കാം ലെഫ്റ്റും എടുക്കാവേ. അപ്പൊ ഞങ്ങള് എനിക്ക് തോന്നുന്നു റൈറ്റ് എടുത്ത് വന്നത് വേറൊരു പോയിന്റിലാണ്. അതായത് ഇവിടെയാണ് നമ്മളെ പെരുമണും ഈ മൺട്രോയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജ് വരാൻ പോകുന്ന പ്ലേസ് ആണ്. ആക്ച്വലി ഞങ്ങൾ ഈ ബ്രിഡ്ജ് കണ്ടപ്പോൾ ഇതൊരു എൻ പോയിന്റ് ആണ്, ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കുമെന്നൊക്കെ കൺസ്ട്രക്ഷൻ നടക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് ഇരുന്നതാണ്. അപ്പോഴാണ് ഇവിടുന്ന് കുറെ പേര് ബൈക്കിലും കാറിലും ഒക്കെ താഴോട്ട് പോകുന്നത്. അപ്പൊ അത് ആ വഴി എവിടെയാണ് എന്ന് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു ജങ്കാറും അതിനകത്ത് ഇങ്ങനെ വണ്ടികളും ഒക്കെ കിടക്കുന്ന കാണുന്നത്. അപ്പം ഈ ഒരു സമയം എനിക്ക് കറക്റ്റ് സമയം ഓർമ്മയില്ല, ഒരു 2:33 ആയിരിക്കും. ഈ ഒരു സമയത്ത് ഇവിടുന്ന് ഒരു ജങ്കാർ എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ഈ ജങ്കാർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യാൻ പോവായിരുന്നു. അതായത് അവിടെ ഇങ്ങനെ എന്താണ് ഈ ഇതിൽ എന്താ വരുന്നതെന്നറിയോ, ഒരു വള്ളവും പിന്നെ ഒരു ബോട്ടും. പിന്നെ ഒരു കണക്ഷൻ അല്ല, എൻ്റെ ഒരു അസംഷൻ ശരിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് വരുന്നത്. ഒരു വള്ളവും ഒരു ബോട്ടും തമ്മിലുള്ള കണക്ഷൻ ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പം ഈ ജങ്കാറിലോട്ട് ഒരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞാൽ പിന്നെ ആരെയും കേട്ടില്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് 2 ഫാമിലീസ് വന്നു. ഈ ഒരു കരയിൽ നിന്ന് അവര് വിട്ടു തുടങ്ങി. അപ്പം അത് കഴിഞ്ഞ് 2 ഫാമിലീസ് വന്നു. പക്ഷെ അവർക്ക് 2 പേർക്കും കയറാനായിട്ട് പറ്റില്ല. അപ്പൊ ഈ ജങ്കാറിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് ഈ പെരുമണും ഈ മൺട്രോയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ ഒരു ഓവർ ബ്രിഡ്ജ് വരുന്നത്. ഇത് തൂക്കുപാലം യൂസ് ചെയ്ത് എന്തൊക്കെ സാധനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാണ്. അവിടെ നമുക്ക് ഒരാളെ കിട്ടിയേ. അപ്പൊ ആളിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. നമുക്ക് ആളെ കിട്ടിയതല്ല, ആളവിടെ നിന്നപ്പം ഇങ്ങനെ നമ്മളടുത്ത് എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. പിന്നെ പെരുമൺ ദുരന്തം സംഭവിച്ച ആ ഒരു പാലം നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. അവിടെ നിന്ന് റൈറ്റ് സൈഡിലോട്ട് നോക്കുമ്പോഴാണ് ആ പെരുമൺ ദുരന്തം നടന്ന പാലം ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. എനിക്ക് തോന്നുന്നു ഞാനത് എടുത്തിട്ടുണ്ട്, പക്ഷെ എത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ല. ഓക്കെ, അത് ആ സൈഡിലായിരുന്നത്. ആ പോയിന്റ് എന്താ എവിടെയോ എനിക്ക് മിസ്സായത്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു ജേണി. പ്ലാന്റ് ആണെന്ന് തോന്നുന്നു. സൈഡിലൊക്കെ നല്ല റിസോർട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല റിസോർട്ടൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് കുറെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പറയുന്നത് നമുക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലമൊന്ന് അതൊന്ന് നോക്കിയിട്ട് വരാം. അപ്പം നമ്മുടെ ഒരു പറഞ്ഞ പോയിന്റ് ഇവിടെ ഇറങ്ങിയൊക്കെ നിൽക്കാൻ പറ്റും കേട്ടോ.
കർവ് എന്നാണ് പറയുന്നത്. എസ് കർവിനടുത്താണ് നമുക്കിങ്ങനെ ഇറങ്ങി നിൽക്കാൻ പറ്റുന്നത്. ഇവിടുന്ന് വള്ളവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ബോട്ടിങ് പോവുകയൊക്കെ ചെയ്യാം. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാവേ. ഇവിടെ എല്ലാ ആളുകളൊക്കെ നിൽക്കുന്ന അപ്പോൾ നമ്മളവിടെ പൈസയൊക്കെ കൊടുത്തു. പൈസ കൊടുത്തില്ല കേട്ടോ. നമുക്ക് ഒരാൾക്ക് 600 രൂപയാണ് പറഞ്ഞേക്കുന്നത്. മാക്സിമം ഒരു റൗണ്ടിനാണോ 600? ഓക്കെ ഓക്കെ. അയ്യോ, അതൊന്ന് കൺഫേം ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വെള്ളത്തിലാണ്, മറ്റേ മോട്ടറൊന്നുമില്ല കേട്ടോ, സാധാ വെള്ളത്തിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. പണ്ടത്തെ എൻ്റെ നാട്ടിലെ വെള്ളമൊക്കെ എനിക്ക് ഓർമ്മ വരുന്നു. 7 പേർക്ക് 600. ഓ, എന്നാ പിന്നെ ആരെങ്കിലും കൂടെ കൂട്ടായിരുന്നല്ലേ നമുക്ക്. എന്തോടെ സൗണ്ട്? മറ്റേ മോട്ടർ വെള്ളം വേറെയാണ്. ഓ ഓ ഇല്ല, ബാലൻസ് ചെയ്യാം. ഓക്കെ, ഞങ്ങളുടെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. എത്ര മണി? 3:15 ആയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. വരുന്നു. പേടിക്കില്ലേ? നല്ല രസമുണ്ട് കേട്ടോ, നല്ല കാറ്റ്, ചെറിയ കാറ്റൊക്കെ ഉണ്ട്. 3 മണി ആയതുകൊണ്ട്, ഈ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ടാണ് തോന്നുന്നു നമുക്ക് വലിയ ചൂടൊന്നുമില്ല. സാധാരണ നമുക്ക് ഈ സമയത്ത് ഭയങ്കര ചൂട് കിട്ടുന്ന, ഇപ്പോൾ വലിയ ചൂടൊന്നുമില്ല. കയാക്കിയോ? ഓ, ഇതാണ് നമ്മൾ തന്നെ തുഴയണം അല്ലേ? കയക്കുന്ന അതല്ലേ വരുന്നത്? ഇതാണ് നമ്മുടെ കണ്ടൽക്കാടുകൾ. പ്രോപ്പർ കണ്ടൽക്കാടുകളല്ല, ഇപ്പം ഇടയ്ക്കൂടൊക്കെ നമ്മൾ പോകും. ഇത് നമ്മുടെ സൈഡിലുള്ള കണ്ടൽക്കാട്. ആ, കുഴപ്പമില്ല. ഞാൻ വിചാരിച്ച് 1 മണിക്കൂർ എന്തോ ചെയ്യുന്നു. ഇങ്ങനെ പോവുകയാണെങ്കിൽ 1 മണിക്കൂറിൽ നമുക്ക് എന്തും ചെയ്യും. ആ, ഒട്ടനവധി ഉണ്ട്.
അപ്പുറത്തൂടെ ഇപ്പുറത്തൂടെ ഒക്കെ വേറെ ബോട്ടൊക്കെ പോകും കേട്ടോ. നമ്മൾ മൈൻഡ് ചെയ്യണ്ട. അത് അവര് കഴിഞ്ഞിരിക്കുകയാണ്. അവർ സ്വന്തമായിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. ആ നേരെ തന്നെ പോത്തോളൂ. അതെ, ഒരു സൈഡ് ചരിച്ച് അങ്ങോട്ട് ചരിയും, മറ്റേടത്താക്കി ഇങ്ങോട്ടാവും, അങ്ങനെ അത് പോകുന്നത്. അങ്ങോട്ട് സ്ഥലമില്ലല്ലോ. അതോ പാലത്തിന്റെ അടിയിൽ കൂടെ പോകത്തില്ല അല്ലേ ചേട്ടാ? അവിടെ ഇങ്ങോട്ടേ വരാൻ പറ്റില്ല. അല്ല, അവിടെ ഇങ്ങോട്ടേ വരാൻ പറ്റില്ല. വേണ്ട, ഇങ്ങോട്ട് ഓ ഓ ഓ നമ്മൾ ഉള്ളിലോട്ട് പൊക്കോണ്ടിരിക്കാണ്. ഉള്ളിലോട്ടല്ലേ? തോട്ടും അതിന് താഴെ മീൻകുളമാണ്. കൊളക്കോഴി പോന്നുണ്ടോ? കൊളക്കോഴി കൊളക്കോഴി പോയി. നമ്മുടെ സ്ഥലം. അവിടെ ഇങ്ങനെ ആളുകൾക്ക് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ. എനിക്കൊന്നും അവിടെ എന്തോ കട പോലെ ഉണ്ട്. ആളുകൾ അവിടെ നിന്ന് കരിക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. നമുക്ക് നോക്കാം അവിടെ എന്തൊക്കെയാ ഉള്ളതെന്നെ.
അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം അവിടെയൊക്കെ നിന്ന് കേട്ടോ. ഇതാണ് നമ്മൾ പറഞ്ഞ മറ്റേ അവിടെ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞില്ലേ, ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റുന്ന സ്ഥലം. ആക്ച്വലി ഇവിടെ മണലാണ്. അപ്പൊ നമുക്ക് ഒരുപാട് എന്താണ് ആഴവും കാര്യങ്ങളും ഒന്നുമില്ല, ഫുള്ള് മണലാണ്. ഇവിടെ കുറേ ദൂരം നമുക്ക് ഏകദേശം ഒരു 1 കിലോമീറ്ററോളം നമുക്ക് മണലാണ്. അപ്പം ഈ ഈ ഒരു സ്ഥലത്തോട്ടൊന്നും നമുക്ക് വലിയ വലിയ ബോട്ടിൽ വരികയാണെങ്കിൽ നിൽക്കാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ അടി തട്ടും. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ തോണിയിലൊക്കെ വരികയാണെങ്കിലേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ചെറിയ മഴ ചാറി തുടങ്ങി. അപ്പൊ ആള് പറഞ്ഞു ഇന്നലെ ഈ സമയത്ത് ഭയങ്കര മഴയായിരുന്നു, നിൽക്കണോന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു എന്താ സാരില്ല, ആദ്യത്തെ മഴയല്ലേ, പിന്നെ പനിയൊക്കെ ആയാലോ എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു എന്നാ പോകാന്ന്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുന്നു കേട്ടോ. തിരിച്ചു പോരുന്ന സമയത്ത് കുറേ പേര് അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ആലോചിച്ചു, പിന്നെ ഭയങ്കര മഴ പെയ്തപ്പോൾ അവരെവിടെ കയറി നിന്നു എന്നൊക്കെ ഞങ്ങളിങ്ങനെ ആലോചിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഏകദേശം ആ ഒരു 1 അവറോളം തന്നെ സമയം എടുത്തു നമ്മളിതെല്ലാം കവർ ചെയ്ത് തിരിച്ചു വരാനായിട്ട്. ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോയിരുന്നു. തിരിച്ചു വന്നപ്പോഴേക്കും ഞങ്ങൾക്ക് നല്ല മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കാറിൽ കയറിയപ്പോൾ നല്ല മഴയായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ചു കയറി ഫുഡ് കഴിച്ചിട്ട് പോവാന്ന്. സോ ഒരു 6:30 ഒക്കെ ആയ കേട്ടോ. 6:30 ഒക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ആര്യാസിൽ വന്നിട്ട്, കൊട്ടാരക്കര ആര്യാസിൽ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി. അപ്പൊ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.